നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. ചാലക്കുടി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ പുലി പശുക്കുട്ടിയെ കൊന്നു. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന 1.5 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. തൃശൂർ മുണ്ടൂരിൽ ബസിന് പിന്നിൽ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപെരുന്നാളിനെ വരവേൽക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും തക്ബീർ ധ്വനി ഉയർത്തി വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം ഡോക്ടർ സലീം നദ്വി നേതൃത്വം നൽകി. അബ്ദുൾ അസീസ് നിസാമി സന്ദേശം നൽകി. മാള ജുമാ മസ്ജിദിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇമാം സുബൈർ മന്നാനി തിരുനാൾ ദിന സന്ദേശം നൽകിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. إن إبراهيم عليه الصلاة والسلام وإسماعيل عليه الصلاة والسلام وهاجر رضي الله تعالى عنه يذكر في هذا اليوم وفي هذا الشهر كثيرا وقد وصفه الله سبحانه وتعالى عن إبراهيم عليه الصلاة والسلام في القرآن. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മാള. ചാലക്കുടി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ പുലി പശുക്കുട്ടിയെ കൊന്നു. പ്ലാന്റേഷൻ 7ാം ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കുറ്റിയിൽ ബിജുവിന്റെ 1.5 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെയാണ് പിടികൂടിയത്. ശബ്ദം കേട്ട് വീട്ടുകാരെത്തിയപ്പോഴേക്കും പശുക്കുട്ടിയെ ഉപേക്ഷിച്ച് പുലി കടന്നു കളഞ്ഞു. തൃശൂർ മുണ്ടൂരിൽ ബസിന് പിന്നിൽ ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5ഓടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സം നേരിട്ടു. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ്സിന് പിന്നിൽ കേരള KSRTC ബസ് ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പേരാമംഗലം ഹൈവേ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സം നേരിട്ടു. മീഡിയ ടൈം തൃശൂർ. വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടു മുൻപ് കുടുങ്ങിയത്. 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി 4 പേരുമായി വിവാഹവും നിശ്ചയിച്ചിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗവും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു. അമ്മയ്ക്ക് തന്നോട് ഭയങ്കര പോരാണെന്നും തന്നെ ദത്തെടുത്ത് വളർത്തിയതാണെന്നും വിവാഹം കഴിപ്പിച്ചയക്കുന്നതിൽ താല്പര്യമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. രേഷ്മയുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ യുവാവ് 6 മാസം വരെ കാത്തിരിക്കേണ്ടെന്നും ഉടൻ തന്നെ വിവാഹം നടത്താമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് രേഷ്മ വ്യാഴാഴ്ച തിരുവനന്തപുരം വെമ്പായത്തുള്ള യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ പ്രതിശ്രുതവരൻ ബന്ധുവിനോട് വിവരം പറഞ്ഞു. വിവാഹത്തിനായി ഒരുങ്ങുന്നതിനായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയതും ബന്ധുവും യുവാവും ചേർന്ന് ബാഗ് പരിശോധിച്ചു. ഇതോടെയാണ് മുൻപ് വിവാഹിതയായതിന്റെ രേഖകൾ കണ്ടെടുത്തത്. ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. മീഡിയ ടൈം കൊച്ചി.
പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന പൂജകൾ, ശ്രീഭൂതബലി, അന്നദാനം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കേ താന്നിയിൽ മന നാരായണൻ നമ്പൂതിരി, കൂടപ്പുഴ ജയൻ നമ്പൂതിരി, രാപ്പാൾ ശങ്കരൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് അറയിൽ, സെക്രട്ടറി ഷീല ദിനേശൻ, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. CPI നേതാവ് MK ചാത്തപ്പന്റെ 31ാം ചരമവാർഷിക ദിനത്തിൽ പ്രവർത്തകർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നിരവധി സമരങ്ങളിൽ മുന്നണി പോരാളിയായിരുന്ന ചാത്തപ്പൻ പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി VR സുനിൽകുമാർ MLA, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ CC വിപിൻചന്ദ്രൻ, PP സുഭാഷ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഖൈസ്, CK രാമനാഥൻ, സുമാ ശിവൻ, VB രതീഷ്, ഹണി പീതാംബരൻ, TR ജിതിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സമുന്നതനായിട്ടുള്ള നേതാവ് സഖാവ് MK ചാത്തപ്പൻ്റെ 31ാമത് ചരമവാർഷിക ദിനമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുല്ലൂറ്റ് വില്ലേജിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലയിലും പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. ചാലക്കുടി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ പുലി പശുക്കുട്ടിയെ കൊന്നു. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന 1.5 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. തൃശൂർ മുണ്ടൂരിൽ ബസ്സിന് പിന്നിൽ ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.